ഒരു കൂട്ടം സന്യാസിനികൾ ഒത്തുചേർന്ന് ഒരു സന്യാസ സഭ ആരംഭിച്ചു. അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിൻ്റെ പേരാണ് അവർ നൽകിയത്. മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കർമ്മലമലയിലെ അവരുടെ താമസവും അവർക്ക് കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന പേര് ലഭിക്കുവാൻ ഇടയായി. സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിനുണ്ടായ ഒരു ദർശനത്തിൽ നിന്നുമാണ് ഉത്തരീയം ധരിക്കുന്ന പതിവ് ആരംഭിച്ചത്. ആ ദർശനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. പിതാവേ, ഇത്തരത്തിൽ ഇവർ പോവുകയാണെങ്കിൽ നാം എല്ലാവരും മരിച്ചത് തന്നെ. കർമ്മലമലയിൽ രൂപം കൊണ്ട നമ്മുടെ സഭ ഇന്ന് യൂറോപ്പിന്റെ നാനാഭാഗങ്ങളിലും ചിതറിക്കിടക്കുകയാണ്. ഏതു നിമിഷവും നമ്മുടെ ആശ്രമം ആക്രമിക്കപ്പെടും. നാം എല്ലാവരും നശിച്ചു പോകും. ഭയപ്പെടാതെ സഹോദരങ്ങളെ, അമ്മ നമുക്കെന്നും രക്ഷയായി തീരും. അത് തീർച്ചയാണ്. പിതാവേ, അങ്ങ് കേൾക്കുന്നില്ലേ? നമ്മൾ ആക്രമിക്കപ്പെടാൻ പോകുന്നു. വരൂ പിതാവേ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. നിങ്ങൾ പരിഭ്രമിക്കരുത്. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നമുക്കൊരമ്മയില്ലേ? നിത്യനിർമ്മല കന്യകയായി ദൈവപുത്രനെ പ്രസവിച്ചവളെ, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ നീ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ നീ സഹായിക്കണമേ, രക്ഷിക്കണമേ. അങ്ങൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. മകനെ സൈമൺ, നിന്റെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം നീ സ്വീകരിക്കുക. അത് ഭക്തിപൂർവം ധരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണ്? എല്ലാവരും വേഗം വരുവിൻ. എന്താണിത്? ആരാണിത് നൽകിയത്? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞാൻ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുൻപിൽ ആ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്തൊരു തേജസ്സായിരുന്നു ആ മുഖത്ത്! അമ്മ എനിക്ക് ഈ ഉത്തരീയം നൽകി. ഇത് രക്ഷയുടെ അടയാളമാണെന്ന് എന്നോട് പറഞ്ഞു. ഇത് ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ലെന്ന് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി. വരുവിൻ, നമുക്കെല്ലാവർക്കും രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഈ കവചം ധരിക്കാം.